ധീരതയുടെയും പര്യായമായ ഇസ്രായേൽ എന്ന രാജ്യം ലോക മാപ്പ് നോക്കുകയാണെങ്കിൽ, വേൾഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഒരു ചെറിയ ഡോട്ട് മാത്രമാണ്. അങ്ങനെയുള്ള ഇസ്രായേൽ ലോകത്തിലെ ഒരു ഭരണാധികാരിയും എടുക്കാത്ത ഒരു ഗംഭീര പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. അതിന് പൂർണ്ണ പിന്തുണയുമായിട്ട് അമേരിക്ക വരികയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയോട് ഇസ്രായേൽ ഇന്നലെ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത സഹായമൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു സഹായം വേണ്ട, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളിത് ചെയ്യാൻ പോവുകയാണ്. ആ ബെന്യാമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞ വരികൾ അതെനിക്ക് മഹാഭാഗ്യത്തിന് ഇന്നലെ കിട്ടി. ഇതൊരു പ്രസംഗമല്ല, മറിച്ച് ഹമാസിൻ്റെ പ്രസിഡന്റ്, സുന്നി തീവ്രവാദ സംഘടനയുടെ സർവാധിപനായ ഇസ്മായിൽ ഹനിയ എന്ന വ്യക്തിക്കും ഹമാസിൻ്റെ നേതാക്കന്മാർക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി അയച്ചു കൊടുത്തതാണ്. ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാനതിനെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ആ ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. 10 മിനിറ്റ് കേൾക്കണം. ഹമാസിൻ്റെ അന്ത്യകൂദാശയും 16 അടിയന്തരവും വെക്കുന്നത് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വേണ്ടി കൂടി കൊടുക്കുകയാണ്. അതിൻ്റെ ടോപ്പിക് ഇങ്ങനെയാണ്: ബ്രേക്കിംഗ് ന്യൂസ്. അറിയാലോ, ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെന്യാമിൻ നെതന്യാഹു ജസ്റ്റ് മെയ്ഡ് ദി ഫോളോയിങ് സ്പീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദി നെസറ്റ്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ പാർലമെന്റ് ടു അത് അയക്കുകയാണ്. ഇസ്മായിൽ ഹനിയ ആൻഡ് ദ ലീഡേഴ്സ് ആൻഡ് ഓപ്പറേറ്റീവ്സ് ഓഫ് ഹമാസ്. ഹമാസിന്റെ നേതാക്കന്മാർക്കും അതിന്റെ തലതൊട്ടപ്പനായ ഇസ്മായിലിനും, വി ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ owe you a huge debt of gratitude. ഞങ്ങൾ ഇസ്രായേലിലെ ജനങ്ങൾ നിങ്ങളോട് അസാധാരണമാം വിധത്തിൽ കടപ്പെട്ടിരിക്കുന്നു. You have succeeded where we have failed. ഞങ്ങൾ ഇസ്രായേലിലെ ഭരണാധികാരികൾ എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ ഹമാസിലെ നേതാക്കന്മാർ വിജയിച്ചു. Because never before in the history of modern state of Israel has the Jewish people been so united, like one person with one heart. ഇസ്രായേലിലെ ജനത, ഞങ്ങൾ ജൂതന്മാര് ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും അധികം ഒരേ മനസ്സും ഒരേ ശരീരവും ഉള്ളവരായിട്ട് ഐക്യത്തോടുകൂടി ഞങ്ങൾ യോജിച്ചിട്ടില്ല. ഞങ്ങൾ യോജിക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ പലതും പരാജയപ്പെട്ടു. നിങ്ങൾ ഹമാസ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നിങ്ങൾ ഇസ്രായേലിൽ ബോംബ് വർഷിച്ചപ്പോൾ ഇസ്രായേൽ ജനത, ഞങ്ങൾ ജൂതന്മാർ ഒറ്റക്കെട്ട്, ഒറ്റ ശരീരം, ഒറ്റ മനസ്സുള്ളവരായി തീർന്നു. എവരിവൺ ഇൻ ഇസ്രായേൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, സെക്കുലർ ആൻഡ് റിലീജിയസ്, ഇൻ യുണൈറ്റഡ് ഇൻ ദി നോളജ് ദാറ്റ് there is no accommodating an enemy that is sworn to the genocide of our people. മതവിശ്വാസികളും മതവിശ്വാസികൾ അല്ലാത്തവരും ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരുമായിട്ടുള്ള ജൂതന്മാര് ഇപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ജനതയ്ക്ക് ഒരു കാരണവശാലും, ആ ശത്രുക്കൾക്ക് ഒരു കാരണവശാലും നമ്മളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കരുത്, നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കരുത് എന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, ഇസ്രായേലിലെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തെറി പറയണമെങ്കിൽ ഗോപാലകൃഷ്ണനെ അല്ല തെറി പറയേണ്ടത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെയാണ്. അടുത്തത്, ആൻഡ് നൗ ആസ് യു കണ്ടിന്യൂ ടു ലോഞ്ച് ഡെഡ്ലി മിസൈൽസ് indiscriminately intended to maim and murder as many civilians as possible, while you take cowardly refuge behind your own civilians. അല്ലയോ ഹമാസ് നേതാക്കന്മാരെ, നിങ്ങളുടെ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ
സ്വയം സംരക്ഷ നേടിക്കൊണ്ട് ഇസ്രായേലിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയ്ക്ക് തുരുതുരെ നിങ്ങൾ മിസൈലുകൾ അയക്കുന്നു. ഭീരുക്കളെ പോലെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ കഴിഞ്ഞുകൂടുന്നു. കവേർഡ്ലി ഡിഫൈഡ് ബിഹൈൻഡ് യുവർസെൽഫ്. യു കണ്ടിന്യൂ ടു ഇൻസ്പയർ അസ് ടു ഹോൾഡ് സ്ട്രോങ്ലി ഓൺ ടു അവർ യൂണിറ്റി. നിങ്ങൾ നിരന്തരം ഇസ്രായേലിലെ ജനതയുടെ ഐക്യം അത്യാവശ്യമാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. യു കണ്ടിന്യൂ ടു ഇൻസ്പയർ അസ്. ഞങ്ങളെ ആവേശഭരിതരാക്കുന്നു. ഇസ്രായേലുകാർക്ക് ഐക്യം ആവശ്യമാണെന്ന്. വാട്ട് എവർ ഡിസ്പ്യൂട്ട്സ് വി ജ്യൂസ് may have with each other, we know now that we have common goal. We have one common goal. We will defeat you. ഞങ്ങളെ നിങ്ങൾ ബോധ്യപ്പെടുത്തി. ഞങ്ങൾ ഒരുമിച്ച് വരേണ്ടതാണ്, ഒരുമിച്ച് വരേണ്ടവരാണെന്ന് നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ലക്ഷ്യവും മുമ്പിലുണ്ട്. We know now that we have one common goal. എല്ലാ ജൂതന്മാർക്കും കൂടി ഒരു കോമൺ ഗോൾ ഉണ്ട്. എന്താ? വി വിൽ ഡിഫീറ്റ് യു. നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ഗോൾ ഉണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി. ബട്ട് വി ആർ ഓഫറിംഗ് യു നൗ വൺ ലാസ്റ്റ് ചാൻസ്. നിങ്ങൾക്ക് അവസാനത്തെ ഒരു ചാൻസ് തരികയാണ്. വിത്തിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ ഓൾ റോക്കറ്റ് ഫയർ and I mean all rocket fire. Within 24 hours, all rocket fire dash, and I mean all rocket fire will cease completely forever. ഞാൻ നിങ്ങൾക്ക് അവസാനത്തെ ഒരു ചാൻസ് തരികയാണ്. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ എല്ലാ റോക്കറ്റ് ഫയറിങ്ങും നിർത്തണം. അതെ, 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും നിർത്തണം. വിൽ സീസ്, നിർത്തണം. കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ടും. ഫോർ എവർ, എക്കാലത്തേക്കും അത് നിർത്തണം. ഐ ഗീവ് യു ഫോർമൽ നോട്ടീസ് ദാറ്റ് അവർ ടാങ്ക്സ് ആർ മാസ്ഡ് അറ്റ് ദി ഗാസ ബോർഡർ. ഞാൻ നിങ്ങൾക്ക് വസ്തുതാപരമായിട്ട് ഫോർമലായിട്ടുള്ള അറിയിപ്പ് തരുന്നു. ഞങ്ങളുടെ ടാങ്കുകൾ മാസ്ഡ്, അനേകായിരം ടാങ്കുകൾ ഗാസ ബോർഡറിൽ, പാലസ്തീനിലെ ഗാസ ബോർഡറിലുണ്ട്. വിത്ത് ആർട്ടില്ലറി ആൻഡ് എയർ സപ്പോർട്ട് അറ്റ് ദ റെഡി. മിലിറ്ററിയുമുണ്ട്, എയർഫോഴ്സുമുണ്ട്, ഏത് സെക്കൻഡും റെഡി ആയിട്ട്. വി ഹാവ് ഓൾറെഡി ഡ്രോപ്ഡ് ലീഫ്ലെറ്റ്സ് ഓവർ ദ നോർത്തേൺ പാർട്സ് ഓഫ് ഗാസ സ്ട്രിപ്പ്. ഗാസയുടെ വടക്കുവശത്ത് ഞങ്ങൾ വിമാനത്തിൽ നല്ല ലഘുലേഖകൾ ഇറക്കിയിട്ടുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. വാർണിംഗ് സിവിലിയൻസ് ഓഫ് അവർ ഇംപെൻഡിങ് അറൈവൽ. ഞങ്ങൾ ഉടനെ വരും എന്ന് അറിയിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ദേ ഷുഡ് ഇവാക്വേറ്റ് സൗത്ത്വേർഡ് ഫോർ വിത്ത്. ഉടനെ അവര് ഗാസയിലെ തെക്കോട്ടേക്ക് മാറിക്കൊള്ളണം. ഈ നോട്ടീസ് കിട്ടിയാൽ ഉടനെ മാറിക്കൊള്ളണം. ഇഫ് യു ഫെയിൽ ടു മീറ്റ് അവർ അൾട്ടിമേറ്റം, ഞങ്ങളുടെ അന്ത്യമായ മുന്നറിയിപ്പ് നിങ്ങൾ എങ്ങാനും തെറ്റിച്ചാൽ, വി ആർ കമ്മിങ് ഇൻ, ഞങ്ങൾ ഇതാ വരുന്നു. ആൻഡ് വിത്ത് ഗോഡ്സ് ഹെൽപ്പ്, ദൈവത്തിന്റെ സഹായത്തോടുകൂടി, ദിസ് ടൈം വി വിൽ നോട്ട് ലീവ്. ഈ സമയത്ത് ഞങ്ങൾ കാത്തിരിക്കില്ല. വി വിൽ നോട്ട് ലീവ്, ഇനി ഒരൊറ്റയാളെ വിടില്ല. Every centimeter of land that we conquer will be annexed to Israel. ഞങ്ങളുടെ പട്ടാളം ഗാസയിലേക്ക് കയറി, പാലസ്തീനിലേക്ക് കയറിയാൽ കീഴടക്കുന്ന ഓരോ സെന്റിമീറ്റർ ലാൻഡും ഇസ്രായേലുമായി ചേർക്കും. So that there will never be another attack launched at our civilians from here. പിന്നെ ഗാസയിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളുടെ സാധാരണ ജനങ്ങൾക്കിടയ്ക്ക് നിങ്ങളുടെ റോക്കറ്റ് അറ്റാക്ക് ഉണ്ടാകില്ല. ആ പ്രദേശത്തെ മൊത്തമായി ഞങ്ങൾ ഇസ്രായേലിനോട് ചേർക്കും. ഈവൻ സോ വി വിൽ കണ്ടിന്യൂ ടു കീപ് ദ ഡോർ ഓപ്പൺ, allow you to surrender gracefully. അങ്ങനെയാണെങ്കിലും ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ടു കീപ് ദ ഡോർ ഓപ്പൺ, ഞങ്ങളുടെ വാതിൽ തുറന്നു വെക്കാൻ. ഷോ യു ടു സറണ്ടർ, അഭിമാനത്തോടുകൂടി നിങ്ങൾ കീഴടങ്ങുക.
കീഴടങ്ങാനും ചർച്ചയ്ക്കും ഞങ്ങൾ ഞങ്ങളുടെ വാതിൽ തുറന്നു വെച്ചുകൊണ്ടേയിരിക്കും. The moment you announced that you are laying down arms, we will halt our advance and there we will draw our new borders. നിങ്ങൾ സറണ്ടർ ചെയ്തു എന്നറിയിച്ചാൽ അവിടെ ഞങ്ങളുടെ എയർഫോഴ്സും ഞങ്ങളുടെ ടാങ്കും ഞങ്ങളുടെ മിലിറ്ററിയും നിൽക്കും. അവിടെ ഞങ്ങൾ ഞങ്ങളുടെ അതിർത്തി രേഖ വരയ്ക്കും. If you continue to attack our sins, we will continue to roll southward. ഇനിയും നിങ്ങൾ ഞങ്ങളുടെ പൗരന്മാർക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പാലസ്തീനിന്റെ തെക്കേ അറ്റം വരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഡ്രൈവിംഗ് യു ഔട്ട് ഓഫ് ദ ടെറിട്ടറി ദാറ്റ് യു വിൽ നെവർ again contaminate with your evil presence. ആ ഭൂപ്രദേശം ഞങ്ങൾ കീഴടക്കി കഴിഞ്ഞ ഭൂപ്രദേശം ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. നിങ്ങളുടെ മലിനമായ ലക്ഷ്യവും മാർഗവും അത് നടപ്പിലാക്കാൻ ആ പ്രദേശത്തിലെ പവിത്രമായ മണ്ണിൽ നിങ്ങളുടെ ദുർഗന്ധപൂർവമായ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ദുഷ്ട ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ഇറ്റ് പെയിൻസ് മീ ഡീപ്ലി, എനിക്ക് വേദന തോന്നുന്നു, ദാറ്റ് യുവർ സിവിലിയൻസ് വിൽ ബി മെയ്ഡ് ഹോംലെസ്. നിങ്ങളുടെ പൗരന്മാർക്ക് കുടുംബം വീട് ഇല്ലാതെയാകുമെന്ന കാര്യത്തിൽ എനിക്ക് ദുഃഖം തോന്നുന്നു. ബട്ട് വി ഡിഡ് നോട്ട് ചൂസ് ദിസ് വാർ, ഞങ്ങളല്ല ഈ യുദ്ധത്തിന് ഇറങ്ങുന്നത്. യു ഡിഡ്, നിങ്ങളാണ് ഞങ്ങളെ യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. ആൻഡ് ഇഫ് അവർ ചോയ്സ് ഈസ് ബിറ്റ്വീൻ അലവിംഗ് അവർ സിറ്റിസൺസ് ടു ബി ടാർഗറ്റഡ് മെർസിലെസ്ലി ബൈ യുവർ ജീനോസൈഡ് savagery versus turning your civilians into refugees, ഞങ്ങളുടെ നിരപരാധികളായ പൗരന്മാരെ കൊന്നു കൊലവിളിക്കുന്ന നിങ്ങളുടെ ആ പകരം വീട്ടലിനേക്കാൾ നല്ലത് നിങ്ങളുടെ ജനത അഭയാർത്ഥികളായിട്ട് കഴിയുകയാണ് എന്നുള്ള നിലപാടിലേക്ക് ഞങ്ങൾ എത്തേണ്ടി വന്നു. ഐ റിഗ്രറ്റ്, എനിക്ക് ദുഃഖം തോന്നുന്നു. ദാറ്റ് വി മസ്റ്റ് ചൂസ് ദ ലാറ്റർ. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജനതയെ അഭയാർത്ഥികളായി വീടില്ലാത്തവരായിട്ട് പാഞ്ഞോടുന്നവരാക്കി തീർക്കൽ മാത്രമേ ഞങ്ങൾക്ക് മാർഗമുള്ളൂ. ഞങ്ങളുടെ പൗരന്മാരെ ലക്ഷിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇഫ് ഓൺലി യു ലവ്ഡ് യുവർ പീപ്പിൾ, നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളോട് സ്നേഹവും പ്രേമവും ഉള്ളവരാണെങ്കിൽ, ആസ് മച്ച് ആസ് യു ഹേറ്റ് അവേഴ്സ്, ഞങ്ങളുടെ ജനങ്ങളെ എത്രത്തോളം നിങ്ങൾ വെറുക്കുന്നോ അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളെ സ്നേഹിക്കുക. ദിസ് വാർ വുഡ് നെവർ ഹാവ് ഹാപ്പൻഡ്. ഞങ്ങളുടെ ജനങ്ങളെ എത്രത്തോളം നിങ്ങൾ വെറുക്കുന്നോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ ഒരു യുദ്ധം ഒരു കാരണവശാലും നടക്കുമായിരുന്നില്ല. നിങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ യുദ്ധം ഒഴിവാക്കുക, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ റെഡിയാണ്. ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ടു ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്, ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നെതന്യാഹു അടുത്ത പാരഗ്രാഫ് എഴുതുന്നു. ഇസ്രായേൽ ഹാസ് ടയേർഡ് ഓഫ് യുവർ ceaseless chidings that we should show restraint. ലോകത്തിനോട് ഞങ്ങൾ ഇതാ പറയുന്നു, നിങ്ങൾ നിരന്തരം പറയുന്നു നിങ്ങൾ സംയമനം പാലിക്കണം, ഷോ റെസ്ട്രെയിൻറ്റ്, നിങ്ങൾ സംയമനം പാലിക്കണം എന്ന ലോക ജനത നേതാക്കന്മാര് ഞങ്ങൾ ഇസ്രായേലുകാരോട് നിരന്തരം പറയുന്നു. ഞങ്ങളത് കേട്ട് അത് അനുശാസിച്ചു മടുത്തു. When you have your entire population under constant missile fire, ഞങ്ങളുടെ ജനങ്ങൾ മുഴുവനും സ്ഥിരമായിട്ട് അപ്പുറത്ത് നിന്ന് മിസൈലിന്റെ അറ്റാക്കുകൾ നിരന്തരം വരുമ്പോൾ, ഫ്രം ആൻ implacable enemy whose slated goal is to murder of every man, woman and child in your land, ഞങ്ങളുടെ രാജ്യത്തിലുള്ള ഓരോ പുരുഷനെയും സ്ത്രീയെയും കുട്ടിയെയും കൊല്ലുക എന്നുള്ള മാത്രം ലക്ഷ്യത്തോടുകൂടി അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് മിസൈലുകൾ അയക്കുമ്പോൾ ഞങ്ങൾ സംയമനം പാലിക്കണമെന്ന് നിങ്ങൾ പലരും പറയുന്നതിനെ ഇനി കേട്ട് മടുത്ത് ഞങ്ങളത് അനുശാസിക്കില്ല. ആൻഡ് ദെൻ യു മേ കം ആൻഡ് ടോക്ക് ടു അസ് അബൌട്ട് റിസ്ട്രെയിൻറ്റ്. ഇനിയും ഞങ്ങളുടെ അടുത്ത് സംയമനം പാലിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് വരരുത്. Until then we respectfully suggest that you keep your doubts standards to yourself. ഞങ്ങൾ ഇനി സംയമനം പാലിക്കില്ല. ഞങ്ങളുടെ പ്രവൃത്തി തീരുന്നത് വരെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ മുമ്പിലേക്ക് വരണ്ട, നിങ്ങളുടെ വാക്കുകളുമായിട്ട് വരണ്ട. അബൌട്ട് until then we respectfully suggest, ബഹുമാനത്തോടു കൂടി നിങ്ങളോട് പറയുന്നു,
that you keep your doubts standards, double standards, doubt അല്ല, your double standards to yourself. നിങ്ങളുടെ ഇരട്ടത്താപ്പ് നയം ലോക രാജ്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ അടുത്ത് ചെലവാക്കണ്ട, ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും എന്ന ലോക നേതാക്കളുടെ ഇരട്ടത്താപ്പ് നയത്തെക്കുറിച്ച് ഞങ്ങൾ ഇതാ ലോക ജനതയെ ഓർമ്മിപ്പിക്കുന്നു. ദിസ് ടൈം, ഈ സമയത്ത് ഹമാസ് ഗോൺ ടു ഫാർ. ഈ സമയത്ത് ഹമാസ് എന്ന ഭീകര സംഘടന പരിധി എല്ലാം കടന്ന് ചെന്നെത്തിയിരിക്കുന്നു. ആൻഡ് വി വിൽ ഡു വാട്ട് എവർ വി ഹാവ് ടു ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് അവർ പോപ്പുലേഷൻ. ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ചെയ്തിരിക്കും, ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ ജനതയെ സംരക്ഷിക്കാനായിട്ട് എല്ലാം ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹമാസിലെ നേതാക്കന്മാരോട് ഒരിക്കൽ കൂടി പറയുന്നു, വൺസ് അഗെയിൻ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഐ താങ്ക് യു, ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, എനിക്ക് നന്ദിയുണ്ട്. ഫോർ ബ്രിങ്ങിങ് അവർ പീപ്പിൾ ടുഗദർ, ഞങ്ങൾ ജൂതന്മാരെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരൊറ്റ കൊടിക്കീഴിൽ കൊണ്ടുവന്നതിന് നന്ദിയുണ്ട്. വിത്ത് സച്ച് ക്ലാരിറ്റി ഓഫ് മൈൻഡ്, ഓരോ ജൂതന്റെയും മനസ്സിൽ അത്രയും വ്യക്തമായ ധാരണയിപ്പോ ഉണ്ട്. മൈൻഡ് ആൻഡ് യൂണിറ്റി, അത്രയും വ്യക്തമായ ഐക്യവും ഓരോ ജൂതന്റെയും മനസ്സിലുമുണ്ട്. ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിലെ ജനത, ഡു നോട്ട് ഫിയർ ദ ലോങ് റോഡ് അഹെഡ്, മുമ്പിലുള്ള വളരെ വളരെയധികം നീണ്ട ഒരു റോഡിനെ കുറിച്ച് ഞങ്ങൾ ബോധേടെ അല്ല, പക്ഷേ ഞങ്ങൾ ബോധ്യവാന്മാരാണ്. ഇസ്രായേൽ ഛായ്, അത് ഇസ്രായേലി ഭാഷയാണ്, ഹീബ്രു ആണ്. ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഡു നോട്ട് ഫിയർ ദ ലോങ് റോഡ് അഹെഡ്, മുമ്പിലുള്ള ഏത് കണ്ടകാകീർണ മാർഗവും ഞങ്ങൾക്ക് തരണം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇസ്രായേലി ഛായ്, അത് ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, എന്തോ ആണ്. ഏതായാലും ഈ ഇംഗ്ലീഷിലുള്ളത് ഇത് കേട്ടപ്പോൾ പോലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ത്രില്ലിങ് എഫക്റ്റാണ് ഉണ്ടായത്. സന്തോഷമുണ്ട്. അത് കാരണം അതേ വികാരത്തോടു കൂടി ഞാനത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. ഇത് ജനങ്ങൾക്ക് എത്തിക്കുക. ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയിലെ അല്ല, പാകിസ്ഥാനിലെ അല്ല, ചൈനയിലെ അല്ല. അതുകൊണ്ട് എന്നെ തെറി പറയേണ്ട കാര്യമില്ല. വിദേശത്തുള്ള ഒരു രാജ്യത്തെ കുറിച്ച് അവരുടെ ശത്രു എന്ന് ധരിക്കുന്ന ഇസ്രായേലും പാലസ്തീനും ഹമാസ് എന്ന തീവ്രവാദി സംഘടനയും തമ്മിലുള്ള ലെറ്റർ ഞാൻ വായിച്ചതേ ഉള്ളൂ നിങ്ങളെ അറിയിക്കാൻ. എൻ്റെ അമ്മാവന്മാരാരും ഇസ്രായേലിലില്ല, എൻ്റെ അമ്മായി അപ്പന്മാരും പാലസ്തീനിലില്ല, എൻ്റെ ബന്ധുക്കളോ ശത്രുക്കളോ ഒന്നും അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അത് വായിച്ചപ്പോൾ ഭാരതത്തിന് ഏറ്റവും 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 ഉജ്ജ്വലമായ മാതൃകാപരമായിട്ടുള്ള ഒരു കത്താണ് ഇത്. ഇങ്ങനെ ഭാരതം ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്ന് ചൈനയ്ക്കും പാകിസ്ഥാനും എതിരെ ഒരു കത്ത് ഇതേപോലെ അയച്ചിരുന്നെങ്കിൽ, പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയെയും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെയും അതുപോലെ വീണ നായരെ പോലെയും ഒക്കെ ഉള്ള കുറേ പേര്, പിന്നെ നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് പ്രതിജ്ഞയെടുത്ത ഒരു CPM പഞ്ചായത്ത് അംഗത്തെ പോലെ ഉള്ളവരുടെ മുമ്പില് പാർലമെന്റിൽ ഇതുപോലെ അവതരിപ്പിച്ചാൽ അത് ഭാരതത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമായിട്ട് വിജയിപ്പിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് പാർലമെന്റിൽ അങ്ങോട്ട് വായിച്ചാൽ മതി. അത് എത്ര ശബ്ദ വോട്ടോട് കൂടിയോ സൈലൻസോട് കൂടിയോ എന്തും സംഭവിക്കട്ടെ, ഇത് ഭാരതീയന്റെ ഒരു ഭാരതത്തിലെ ഭരണാധികാരി 2025 മുമ്പ് പാകിസ്ഥാനും ചൈനയ്ക്കും കൊടുക്കുന്ന ഒരു കത്ത് പോലെ ആകട്ടെ ഇത് എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത്യാഹ്ലാദത്തോടുകൂടി അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. സന്തോഷമുണ്ട്. ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രം ഒരു ശത്രുവിനെ വെറുതെ മിസൈല് റംസാൻ മാസത്തിന്റെ അവസാനം കുറെ പേരെ കൊന്ന് ആ ഡെഡ് ബോഡിയും വെച്ചുകൊണ്ട് മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ദയയ്ക്കും മറ്റു പലതിനും വേണ്ടി തെണ്ടുമ്പോൾ ആ തെണ്ടലിന്റെ പുറകില് ഒരു തട്ടിപ്പും വെട്ടിപ്പും ചതിയും മത തീവ്രവാദവും ഉണ്ട്. ഒരു പക്ഷേ ഗാസയും പാലസ്തീന്റെ 1/4 ഈ മാസം നമ്മളുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഷഷ്ടി 18-ാം തീയതി, മെയ് 18-ാം തീയതിക്ക് ഉള്ളില് പല പാലസ്തീന്റെ ഭാഗവും ഗാസയും ഇസ്രായേലിന് കുറച്ച് ഭൂമിക്ക് കുറവുള്ളത് കൊണ്ട് അത് മുഴുവനും നികത്താനുള്ള അവസ്ഥയുമായി നമ്മുടെ സൗമ്യ സന്തോഷ് ആ ഇസ്രായേൽ ജനതയുടെ ധന്യമായ
ഈ ഒരു പോരാട്ടത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തു എന്ന് കേരളീയരായ ആണുങ്ങളുടെ ധൈര്യവും പെണ്ണുങ്ങളുടെ ധൈര്യവും ഉള്ളവര് ആ ഒരു ജീവത്യാഗത്തെ സ്മരണയോടുകൂടി, ഭീരുത്വത്തോടു കൂടിയല്ല, സ്മരണയോടുകൂടി അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കട്ടെ. ഈ ഇസ്രായേലിലെ ഒരു വലിയ പട്ടാളക്കാരൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ, ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ച് ബഹുമാനിക്കുന്ന ആ ഭാരതത്തിലെ ഒരു സ്ത്രീയെ ഇവർ കൊന്നു എങ്കിൽ പകരം വീട്ടാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ആവേശോജ്വലമായ അവസരം അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുമെന്ന് സൗമ്യയുടെ മരണത്തെക്കുറിച്ച് അവിടുത്തെ പട്ടാള മേധാവി പറയുന്നത് കേട്ടപ്പോൾ ആ മരണത്തിൽ ദുഃഖമുണ്ടെങ്കിലും അതിൻ്റെ പരിണത ഫലത്തിൽ ആത്മസംതൃപ്തി. ഭാരതത്തിന് ഇതൊരു പാഠമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.